ഏവർക്കും സ്നേഹവന്ദനം. ഈ അടുത്ത സമയത്ത് നമ്മുടെ കേരളത്തിലെ ചില ക്രിസ്തീയ സഭകളിലെ മെത്രാന്മാരും വിശ്വാസ വൃന്ദങ്ങളും തമ്മിലുള്ള പോരാട്ടങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഇന്ന് ഒരു പ്രത്യേക സഭ സിനഡ് കൂടി ഒരു മെത്രാനെ താൽക്കാലികമായിട്ട് വിലക്കിയതായിട്ടൊക്കെ വാർത്ത കേൾക്കുകയുണ്ടായി. എൻ്റെ സ്നേഹിതനാണ് ആ മെത്രാൻ. ഞങ്ങൾ സമകാലികരായിട്ട് ഹൈസ്കൂൾ കാലഘട്ടത്തിലും തുടർന്ന് തിയോളജിക്കൽ കാലഘട്ടങ്ങളിലൊക്കെ പഠിച്ചവരാണ്. റിസർച്ചിന് അദ്ദേഹം ബാംഗ്ലൂരിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് നല്ല പരിചയമുള്ള വ്യക്തികളാണ്. അദ്ദേഹത്തെ എനിക്ക് വേറെ പ്രിയപ്പെട്ട ഒരു മെത്രാനാണ് ബിഷപ്പ് അപ്രേം. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് സഭ വിളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇട്ടിരിക്കുന്ന പേര് സക്രിയാസ് മാർ അപ്രേം എന്നാണ്. അപ്പം ഈ അപ്രേം മെത്രാൻ അല്ലെങ്കിൽ ബിഷപ്പ് അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത സമയത്തെ ചില പ്രസംഗങ്ങളാണ് ക്രിസ്തീയ സഭകൾക്കുള്ളിൽ ചില ചർച്ചകൾക്ക് വഴി തെളിച്ചത്. അത് നന്നായിരിക്കുന്നു. ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകളൊക്കെ വിശ്വാസികളുടെ വിശ്വാസ ജീവിതത്തിന് കുറച്ചും കൂടെ ആക്കം കൂട്ടുവാനും മാത്രമല്ല, നമ്മൾ എന്ത് വിശ്വസിക്കുന്നു, എന്തിനാണ് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്, എന്താണ് നമ്മുടെ വിശ്വാസമായിരിക്കേണ്ടത്, വിശ്വാസത്തിൻ്റെ ആധാരം എന്തായിരിക്കണം ഇത്യാദി കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാനായിട്ട് ഇത്തരം പ്രസ്താവനകളും ചർച്ചകളും ഒക്കെ ഉതകുന്നതാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരുപാട് യുവതിവാക്കന്മാർ ക്രൈസ്തവ വിശ്വാസത്തിൽ വളരെ സങ്കീർണതയിലൂടെ കടന്നു പോവുകയാണ്. ദേ ആർ ടോട്ടലി കൺഫ്യൂസ്ഡ്. ദേ ഡു നോട്ട് നോ ഹൗ ടു ലീവ് ആൻഡ് വിച്ച് ഈസ് ദ റൈറ്റ് വേ ഓഫ് ലിവിങ്. ആ വിധത്തിലേക്ക് സഭ അവരെയൊക്കെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ മധ്യത്തിലാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകളിൽ കൂടെ കൃത്യതയും ദൃഢതയും ഉണ്ടാകുന്ന ആശയങ്ങൾ നമുക്ക് രൂപീകരിക്കാനായിട്ട് സാധിക്കുന്നത്. അതെല്ലാം തന്നെ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് മാത്രം. ഞാൻ പറഞ്ഞ എൻ്റെ സ്നേഹിതനായിരിക്കുന്ന മെത്രാൻ, അദ്ദേഹം ഈ അടുത്ത സമയത്ത് ഞങ്ങളുടെ തന്നെ ദേശത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ മാതൃ ഇടവകയിൽ നടത്തിയ ഒരു പ്രഭാഷണത്തിൽ, കൂടാതെ അദ്ദേഹം ആലപ്പുഴ ജില്ലയിലും ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള 2-3 സ്ഥലങ്ങളിൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങളിൽ അദ്ദേഹം പറഞ്ഞത് സുവിശേഷത്തിന് വേണ്ടി ആയിരിക്കണം സഭ നിൽക്കേണ്ടത്. വളരെ പ്രായോഗികമായിട്ടുള്ള ഒരു വിഷയമാണ്. അദ്ദേഹം സുവിശേഷം ഇങ്ങിച്ചൊന്നും ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. വിവാഹ ശുശ്രൂഷകളിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അന്നൊന്നും സുവിശേഷം പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എങ്കിലും അദ്ദേഹത്തിന് ഇപ്പോൾ അതിനുള്ളൊരു താല്പര്യം വന്നു എന്നുള്ളത് വളരെ ശ്ലാഘനീയമായിട്ടുള്ള കാര്യം തന്നെയാണ്. സുവിശേഷം എന്താണെന്ന് കൃത്യമായിട്ട് മെത്രാച്ചനൊന്ന് വിവരിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇന്ന് സഭ കുറച്ചും കൂടെ അതിനെക്കുറിച്ചും ചർച്ച ചെയ്യാനായിട്ട് ഇടയായിത്തീരുമായിരുന്നു. അപ്പോൾ അത് മെത്രാച്ചൻ പറഞ്ഞില്ല എന്നുള്ള ഒരു അപാകത മെത്രാച്ചൻ്റെ ഭാഗത്തുണ്ട്. വരും ദിവസങ്ങളിൽ നമുക്കത് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാം. അദ്ദേഹമല്ലല്ലോ സുവിശേഷത്തിൻ്റെ വാക്താവ്, മറിച്ച് സുവിശേഷം എല്ലാ ക്രൈസ്തവ വിശ്വാസികളും പ്രഘോഷിക്കണമെന്നുള്ളത് തിരുവചനം നമ്മളെ ഉത്ബോധിപ്പിക്കുന്ന ഒരു ഘടകമാണ്. തന്നെയുമല്ല, കർത്താവായ യേശു ക്രിസ്തു സഭ രൂപീകരിച്ചതും അത് തന്നെയാണ്. എന്നാൽ ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ, സങ്കീർണത എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്ന വിധത്തിൽ വേറെ ചില കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അത് കുറച്ച് നാളുകൾക്ക് മുമ്പ്, അതായത് ഈ മാസത്തിൻ്റെ ആരംഭത്തിൽ ബിലീവേഴ്സ് ചർച്ച് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സഭയുടെ അതിൻ്റെ പ്രഥമ ബാവയായിട്ട് അവരോധിക്കപ്പെട്ടതായിട്ടുള്ള ഡോക്ടർ KP യോഹന്നാൻ സാറ്, അദ്ദേഹത്തിൻ്റെ വേർപാട് നമ്മളെയൊക്കെ വേദനിപ്പിച്ച ഒരു കാര്യം തന്നെയാണ്. ഒരു ആക്സിഡൻ്റൽ ഡെത്ത് ആയിരുന്നു അദ്ദേഹത്തിനുണ്ടായത്. പിന്നീട് അത് ഹാർട്ട് അറ്റാക്ക് ആണെന്നൊക്കെ നമ്മൾ വായിക്കുകയുണ്ടായി. എന്നിരുന്നാലും അദ്ദേഹത്തെക്കുറിച്ച് 1-ാം ചരമ വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് അവരുടെ ഹോസ്പിറ്റലിൽ ഒരു പ്രസ്താവന മലയാള മനോരമയുടെ വലിയ പേജിൽ അവർ കൊടുത്തതായിട്ടുള്ള ഒരു വാർത്ത ഞാൻ കാണുകയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ സഹിതം നല്ലിടയാ, സ്നേഹമുള്ള ഇടയാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അപ്പോൾ നോക്കണം, കൃത്യമായ സുവിശേഷം എന്താണെന്ന് മനസ്സിലാക്കി സുവിശേഷത്തിന് വേണ്ടി നിലകൊണ്ടതായിട്ടുള്ള ഡോക്ടർ KP യോഹന്നാൻ, അദ്ദേഹത്തിൻ്റെ പല സമയങ്ങളിലെ പേരുമാറ്റങ്ങളൊക്കെ സമൂഹത്തിൽ ഒരുപാട് സങ്കീർണത ഉണ്ടാക്കിയതാണ്, കൺഫ്യൂഷൻ ഉണ്ടാക്കിയതാണ്. ഇന്നും ആളുകൾക്ക് അതൊരു കൺഫ്യൂഷൻ തന്നെയാണ്. അദ്ദേഹം നിമിത്തം സുവിശേഷം കേൾക്കുവാൻ ഇട വന്നതായിട്ടുള്ള വിജാതീയ സഹോദരങ്ങൾ പലരും അദ്ദേഹത്തിൻ്റെ വേറിട്ടുള്ള വഴി, അദ്ദേഹത്തിൻ്റെ പുതിയ രീതിയിലുള്ള സഞ്ചാരമൊക്കെ പലരെയും വിശ്വാസത്തിൽ നിന്നൊക്കെ മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട്. അതോടെ നിൽക്കട്ടെ. പക്ഷേ അദ്ദേഹത്തോട് അപേക്ഷിക്കുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നോക്കണം, ക്രിസ്തീയ സഭയിൽ ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങളൊക്കെ അരങ്ങേറുവാൻ ഇടയായിത്തീരുന്നത്, അതിനെക്കുറിച്ച് കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ കൃത്യമായി ദൈവവചനം പറയുന്നത്, അതിൻ്റെ 2 കൊറിന്തോസ് 11-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ, സർപ്പം ഹവ്വായെ ഉപായത്താൽ വഞ്ചിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ടുപോകുമോ എന്ന് ഭയപ്പെടുന്നു. അത് വലിയൊരു ചിന്തനീയമായിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മൾ അതിനെക്കുറിച്ച് ഗൗരവമായി തന്നെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്.
യേശു ക്രിസ്തു എന്ന ഏകരക്ഷിതാവ് നമുക്കുള്ളതുകൊണ്ട് ആ ഏക മധ്യസ്ഥനായിരിക്കുന്ന യേശു ക്രിസ്തു സകല മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ളവനാകിയാൽ ആ മധ്യസ്ഥനായിരിക്കുന്ന ക്രിസ്തുവിലേക്ക് ആശ്രയിക്കുന്നതിന് പകരം ഇടനിലക്കാരായിട്ട് മെത്രാന്മാരെ കൊണ്ടുവരുന്നു. അതൊക്കെ ഒരു തരം വ്യാപാരമായിട്ടാണ് ശരിയായി വചനം അറിയുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വചനം അറിയാത്തവർക്ക് എന്തും പറയാം, എങ്ങനെയും ആകാം. അവരെ സംബന്ധിച്ചിടത്തോളം കൈവപ്പൊക്കെയാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഈ അടുത്ത സമയത്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത സമയത്ത് മറ്റൊരു മെത്രാൻ പറയുകയുണ്ടായി, പേരൊന്നും പറയുന്നില്ല, ഈ കൈവപ്പ് കിട്ടിയിരിക്കുന്ന ഞങ്ങളുടെ സഭയ്ക്ക്, അന്ത്യോക്യയിലെ സഭയ്ക്ക് കൈവപ്പുള്ളൂ. എൻ്റെ പൊന്ന് സാറുമാരെ, നിങ്ങൾ ആദ്യമായിട്ട് ബൈബിളൊന്ന് എടുത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും സഭ രൂപീകൃതമായത് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലാണ്. നമുക്കറിയാവുന്ന പോലെ വിശുദ്ധ മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തു വളരെ കൃത്യമായിട്ട് പത്രോസ്ലീഹയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഒരു കാര്യം പറയുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പത്രോസ്ലീഹ എല്ലാ ശിഷ്യന്മാരുമായിട്ട് നിൽക്കുന്ന സമയത്താണ്, ഫിലിപ്പിയരുടെ കൈസരിലെത്തിയ സമയത്ത് യേശു കർത്താവ് ചോദിക്കുന്നു, ജനങ്ങൾ എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത്, എന്താണ് ജനങ്ങളുടെ അഭിപ്രായം എന്നെക്കുറിച്ച്. അവർ പറഞ്ഞു, ചിലർ പറയുന്നു പ്രവാചകനാണെന്ന്, എലിയ പ്രവാചകനാണെന്ന്, എലിശ പ്രവാചകനാണെന്ന്, യെരമ്യാ പ്രവാചകൻ ആകുന്നത്. ഇതിനെക്കുറിച്ച് ഞാനൊരു വിശദീകരണം നേരത്തെ തന്നിട്ടുള്ളതാണ്, എങ്കിലും ഞാൻ ചുരുക്കമായിട്ടൊന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ പറഞ്ഞപ്പോൾ യേശു കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് നിങ്ങൾ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടല്ലോ, നിങ്ങൾ എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത്. ഉടനെ തന്നെ പത്രോസ്ലീഹ സാധാരണഗതിയിൽ ഒരു ഇമ്പച്ചുവറായിട്ടുള്ള അല്ലെങ്കിൽ എടുത്തിയാട്ടക്കാരനായിരിക്കുന്ന സ്ലീഹ എടുത്തു പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. ഒരു യഹൂദനാണ് അത് പറഞ്ഞതെന്ന് ഓർക്കണം. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ള ദൈവിക ദൂഷണമാണ്. ദൈവദൂഷണം പറയുന്നവനെ ലേവ്യ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ളതാണ്. എന്നാൽ യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ സത്യദൈവമാണ് എന്നുള്ള ആ വലിയ വസ്തുതയെ പ്രഖ്യാപിച്ചപ്പോൾ ആ വിശ്വാസത്തിൻ്റെ പുറത്ത് താൻ തൻ്റെ സഭയെ പണിയും വിശുദ്ധ മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു പറയാണ്, യോനയുടെ മകനായിരിക്കുന്ന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. എന്നിട്ട് അടുത്ത വാചകമാണ് വളരെ പ്രധാനപ്പെട്ട. കർത്താവ് തൻ്റെ സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം കർത്താവ് പറയുകയാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും. ഏതിന്മേലാണ്? നീ ഇപ്പോൾ പ്രഖ്യാപിച്ചതായിട്ടുള്ള ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നുള്ള അടിസ്ഥാനത്തിന്മേൽ. അതാണ് ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയെന്ന് പറഞ്ഞത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പത്രോസ്ലീഹ പ്രഖ്യാപിച്ചതായിട്ടുള്ള ആ വലിയ വിശ്വാസ പ്രമാണം ഉണ്ടല്ലോ, അതിലാണ് ക്രിസ്തീയ സഭ പണിയപ്പെട്ടിരിക്കുന്നത്. അതാദ്യമേ മനസ്സിലാക്കണം. ഇന്ന് പലർക്കും പറ്റിയിരിക്കുന്ന ഒരു അബദ്ധം, പത്രോസിൻ്റെ മേലാണ്, തോമാസ്ലീഹയുടെ മേലാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും അപ്പോസ്തലന്മാരുടെ മേലാണ് സഭ പണിതിരിക്കുന്നത്. അപ്പോസ്തലന്മാരെന്ന അടിസ്ഥാനത്തിന്മേലാണ് കർത്താവ് സഭയെ പണിതിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോസ്തലന്മാർ എഴുതിയിരിക്കുന്നതായിട്ടുള്ള സുവിശേഷങ്ങൾ, അതോടൊപ്പം തന്നെ ലേഖനങ്ങൾ, അതിൻ്റെ അടിസ്ഥാനമാണ് സഭ എന്ന് പറയുന്നത്. ചില അച്ഛന്മാരൊക്കെ പ്രസംഗിക്കുന്നതിന് കേട്ടിട്ടുണ്ട്, ആദ്യമേ സുവിശേഷം ഇല്ലായിരുന്നു, സഭ ഉണ്ടായതിന് ശേഷം സഭയിൽ നിന്നാണ് സുവിശേഷം ഉണ്ടായത്. അത് തെറ്റായിട്ടുള്ളൊരു വാദമാണ്. കാരണം സുവിശേഷത്താലാണ് മനുഷ്യൻ വീണ്ടും ജനിക്കുന്നത്. സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് ഡിഡാക്കി അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ ടീച്ചിങ്സ്, അത് ഫ്രം ദ ബിഗിനിങ് ഇറ്റ്സെൽഫ് ഇറ്റ് വാസ് ദെയർ. അത് നമ്മൾ മറന്നു പോകരുത്. ആരംഭ സമയം മുതൽ അപ്പോസ്തലന്മാരുടെ പ്രബോധനങ്ങൾ ഉണ്ടായിരുന്നു. ഏതിനെ അടിസ്ഥാനപ്പെടുത്തി? അതിനെ തനാക്കിനെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു. പഴയ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. നമുക്കതിന് ഉദാഹരണമായിട്ട് ബെറോവയിലെ സഭയെടുക്കാം. ബെറോവയിലെ സഭയിലെ വിശ്വാസികൾ പൗലോസ്ലീഹ വന്ന് സുവിശേഷം പ്രസംഗിച്ചായിട്ടുള്ള സമയത്ത് ഈ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ യേശു ക്രിസ്തു വാസ്തവത്തിൽ ദൈവത്തിൻ്റെ പൂർണ്ണ ദൈവത്വവും മനുഷ്യത്വം ഉള്ളവനാണെന്നുള്ള, ദൈവത്തിൻ്റെ പൂർണ്ണ വെളിപ്പാടാണെന്നുള്ള വലിയ വസ്തുതയെ അങ്ങനെ തന്നെയോ എന്ന് തിരുവെഴുത്തുകളെ പരിശോധിച്ചു നമ്മൾ വായിക്കുന്നത്. അപ്പം സഭയിൽ ബൈബിൾ ഉണ്ടായിരുന്നു. ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, തനാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് സഭ രൂപീകൃതമായത്. അത് കർത്താവാണ് പണിയുന്നത്. ഞാൻ എൻ്റെ സഭയെ പണിയും. അത് കർത്താവായ യേശു ക്രിസ്തു വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യമാണ്. കർത്താവാണ് സഭയെ പണിയുന്നത്, കർത്താവിൻ്റെതാണ് സഭ. അതൊരു വ്യക്തിയുടെ അല്ല, അപ്പോസ്തലന്മാരുടെ അല്ല. പിന്നെ അപ്പോസ്തലന്മാരുടെ പഠിപ്പീര്, അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ, അതാണ് സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ആ അടിസ്ഥാനത്തിന്മേലാണ് സഭ പണിതിരിക്കുന്നത്. ഒരു അപ്പോസ്തലൻ മാത്രമല്ല, എല്ലാ അപ്പോസ്തലന്മാരുടെയും, പൗലോസ് അപ്പോസ്തലൻ്റെ ഉപദേശങ്ങളും ഒക്കെ അതിനകത്ത് വളരെ പ്രാഗൽഭ്യത്തോടെ സഭയ്ക്ക് പാലിക്കാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ വസ്തുതകൾ അറിയാത്തത് കൊണ്ട് ചില മെത്രാന്മാരും ചില അച്ഛന്മാരും ഒക്കെ അവരുടെ കേട്ടുകേഴ്വിൽ നിന്നോ പരമ്പരാഗതമായിട്ട് അവർ മനസ്സിലാക്കിയിരിക്കുന്ന വചനം അറിയാത്തത് കൊണ്ടൊക്കെ അവർ പറയുന്നതായിട്ടുള്ള പല വസ്തുതകളും കേട്ടിട്ട് അങ്ങനെ തന്നെയോ എന്ന് ജനങ്ങൾ സങ്കീർണതയിലാണ്. ദേ ആർ ടോട്ടലി കൺഫ്യൂസ്ഡ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ആരും കൺഫ്യൂഷൻ ആകണ്ട. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ മെത്രാൻ
മെത്രാന്മാരുടെ വാക്കുകളോ അച്ഛന്മാരുടെ വാക്കുകളോ അല്ല കേൾക്കേണ്ടത്, തിരുവചനമാണ് കേൾക്കേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, മെത്രാൻ പറഞ്ഞു സുവിശേഷം പ്രസംഗിക്കണം, ആ സുവിശേഷം പ്രസംഗിക്കണം, അല്ലാതെ ഭരണഘടനയല്ല, 1934 ഭരണഘടനയല്ല, ദൈവവചനമാണ് വിശ്വാസത്തിൻ്റെ ആധാരമെന്ന് പറഞ്ഞതിനാണ് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുകയും അദ്ദേഹത്തെ പിന്തള്ളുകയും അല്ലെങ്കിൽ മാറ്റി നിർത്തുകയൊക്കെ ചെയ്യുന്നത് കേൾക്കുമ്പം എങ്ങനെ ചിരിക്കാതിരിക്കും? അതിൻ്റെ കൂട്ടത്തിൽ സുവിശേഷം പറഞ്ഞുകൊണ്ട് നടന്ന ഡോക്ടർ KP യോഹന്നാനെ പോലെയുള്ള ആളുകളോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കുറച്ച് മന്ദബുദ്ധികളായിട്ടുള്ള ആളുകൾ പറയുമ്പോൾ എങ്ങനെ നമുക്ക് ഇതൊക്കെ കേട്ടിട്ട് മിണ്ടാതിരിക്കാൻ കഴിയും? നിങ്ങൾ ഒരു പക്ഷേ എന്നോട് ദേഷ്യപ്പെടുന്നുണ്ടാകും, സാരമില്ല, എനിക്ക് സത്യം പറയാതിരിക്കാൻ കഴിയുകയില്ല, സത്യം പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ഒരു മനുഷ്യനും മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം അണയ്ക്കാൻ ജീവിച്ചിരിക്കുമ്പോൾ സാധിക്കുമെന്നല്ലാതെ മരിച്ചു കഴിഞ്ഞാൽ സാധിക്കുകയില്ല. തന്നെയല്ല, ഡോക്ടർ KP യോഹന്നാൻ്റെ ദാരുണമായ അന്ത്യം നമ്മളൊക്കെ പത്രങ്ങളിലൂടെയൊക്കെ വായിച്ചതാണ്. അദ്ദേഹത്തെ തന്നെ രക്ഷിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തോട് നല്ലിടയനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഇതിൽ പരം വിഡ്ഢിത്തരം എന്താണ്? ഇതാരാണ് ആ പരസ്യം കൊടുത്തിരിക്കുന്നതെന്ന് ഓർക്കണം. ഒരു മെഡിക്കൽ കോളേജിൻ്റെ അധികാരികളാണ്, അവിടെ ഡോക്ടേഴ്സ്, അവിടുത്തെ അതിൻ്റെ അധികാരികളെല്ലാം ഉൾപ്പെട്ടവരാണ് ഈ തരത്തിലുള്ള പരസ്യങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ എത്ര ബുദ്ധിഹീനരാണ് ഇത്തരത്തിലുള്ള ആളുകളെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഒരല്പം ബുദ്ധി ഉപയോഗിച്ചാൽ മതി, അധികം ഒന്നും ബുദ്ധി ഉപയോഗിക്കേണ്ട. സാമാന്യ ബുദ്ധി ഉപയോഗിച്ചാൽ തന്നെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന് എന്തിനാണ് ഒരു ഇടനിലക്കാരൻ എന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പൂർണ്ണ വെളിപ്പാടായിട്ട് നമുക്ക് വേണ്ടി നമ്മുടെ എല്ലാവരുടെയും പാപത്തിന് പരിഹാരം വരുത്തിക്കൊണ്ട് നമ്മളെല്ലാം നീതീകരിക്കാൻ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവനും നിത്യരക്ഷയും ദാനമായി തന്നുകൊണ്ട് നമ്മളെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാക്കാൻ അധികാരസ്ഥനായിരിക്കുന്നവനുള്ളപ്പോൾ ആ അധികാരസ്ഥനായിരിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ്, ഞാൻ നല്ല ഇടയനാണെന്ന് പറഞ്ഞ് നമ്മളെ സ്വാഗതം ചെയ്യുമ്പോൾ, നമ്മളെ ക്ഷണിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തിനാ ചിലരെ തിരികെ കയറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിനേതെങ്കിലും ലോജിക്ക് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് പറയാമോ? ദൈവത്തിൻ്റെ സുവിശേഷം വളരെ സിമ്പിളാണ് പ്രിയമുള്ളവരെ. വെൻ ഗോഡ് മേഡ് എവറിത്തിങ് വെരി സിമ്പിൾ, വൈ ഡു വാണ്ട് ടു make it complicated? That's what my question. ദൈവം എല്ലാം നമുക്ക് വളരെ സിമ്പിളായി, വളരെ ലളിതമായി മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എല്ലാം ചെയ്ത് തീർത്തു കഴിഞ്ഞപ്പോഴും നിങ്ങൾ എന്തിനാണ് അതിനകത്ത് കൃഷി ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാണ് അതിനകത്ത് കുറേ കാര്യങ്ങൾ കൂട്ടിക്കൊണ്ടുവരുന്നത്? അത് നിങ്ങളുടെ വ്യാപാരത്തിന് വേണ്ടിയിട്ടല്ലേ? നിങ്ങളുടെ അധികാരമോഹമല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ തന്നെ മരിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന ഇത് കേൾക്കുന്ന മെത്രാന്മാർ കേൾക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കത്തോലിക്ക ബാബാമാരടക്കമുള്ള എല്ലാ മെത്രാന്മാരെയും കൂടെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എല്ലാ അച്ഛന്മാരും എല്ലാ വിശ്വാസികളും കേട്ടിരുന്നെങ്കിൽ ഞാൻ കൊതിക്കുകയാണ്. സാധ്യമാണെങ്കിൽ നിങ്ങളിത് ഒന്ന് ഷെയർ ചെയ്യണം. അതോടൊപ്പം തന്നെ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ വേണം. നിങ്ങളിതൊന്ന് പാസ് ചെയ്യണം. കാരണം മനുഷ്യവർഗത്തിന് വേണ്ടി ദൈവം രക്ഷ ദാനമായി തരുമ്പോൾ നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഓരോ പാരമ്പര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് മനുഷ്യനെ എന്തിനാണ് കൺഫ്യൂഷൻ ആക്കുന്നത്? സാധാരണപ്പെട്ട ആളുകൾ, ഞാൻ ഓർക്കുന്നുണ്ട്, കൊൽക്കത്തയിൽ സ്കാവഞ്ചേഴ്സിൻ്റെ ഇടയിൽ ഞാൻ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. ആ സ്കാവഞ്ചേഴ്സ് സുവിശേഷം കേട്ടപ്പോൾ, യേശു ക്രിസ്തുവിൽ കൂടെ മനുഷ്യവർഗത്തിൻ്റെ രക്ഷയുണ്ടെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, അതിനവരെ ഒന്നും കൊടുത്തില്ലെന്നുള്ളതാണ്. ഒന്നും അവർ കൊടുത്തില്ല. അവർ ദൈവം ഒരുക്കിയ രക്ഷയെ സ്വായത്തമാക്കിയതേ ഉള്ളൂ. അവർ നിത്യജീവനിൽ കാണും. പക്ഷെ നിങ്ങൾ കാണുമോ? അതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ നാളുകളായിട്ട് കുർബാന ചൊല്ലുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് കൂദാശ കർമ്മങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കാലം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി പിന്നെയും ധൂപക്കുറ്റികൾ വീശുകയും നിങ്ങളെ പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ കയറ്റാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങളുടെ അനുയായികൾ വീണ്ടും വീണ്ടും ശ്രമിക്കുന്നത്? എത്ര ഖേദകരമാണ്. അതിനെക്കുറിച്ചെങ്കിലും ഒരല്പം ബുദ്ധി ഉപയോഗിച്ചുകൂടെ? നിങ്ങൾക്ക് ഡോക്ടറേറ്റ് ഉണ്ട്, നിങ്ങൾക്ക് തിയോളജിക്കലി വെൽ ക്വാളിഫൈഡ് ആണ്. ദൈവവചനത്തെക്കുറിച്ച് നിങ്ങൾക്ക് അജ്ഞതയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, മാറപ്രേം മെത്രാൻ പറഞ്ഞത് വളരെ അർത്ഥപൂർണമായൊരു കാര്യമാണ്. സഭ എന്ന് പറയുന്നത് സുവിശേഷത്തിന് വേണ്ടി നിൽക്കേണ്ടതാണ്. 100 വർഷമായിട്ട് പ്രശ്നങ്ങൾ നടക്കുകയാണ് ആ സഭകൾ രണ്ടും കൂടെ. ഇന്ന് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വെളിയിലിറങ്ങി സുവിശേഷം പറയാൻ കഴിയാത്ത തരത്തിൽ തെരുവീതികളിൽ നിങ്ങളിതിനെ വലിച്ചിഴച്ച് നാണക്കേട് വരുത്തിയിരിക്കുകയാണ്. ഞങ്ങളിതൊക്കെ കണ്ടും കേട്ടും സഹിച്ചും നാണം കെട്ടിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളോട് നിങ്ങളുടെ ഈ ചെയ്തികൾ, നിങ്ങളുടെ ഈ ക്രൂരത, നിങ്ങളുടെ ഈ വിഡ്ഢിത്തരങ്ങൾ, നിങ്ങളുടെ ഈ വങ്കത്തരങ്ങൾ, നിങ്ങൾ ക്രിസ്തീയ സഭയോട് കർത്താവായ യേശു ക്രിസ്തുവിനോട് കാണിക്കുന്ന ക്രൂരത, അത് പറയാതിരിക്കാൻ തരമില്ല മെത്രാന്മാരെ. നിങ്ങൾ ഇനിയെങ്കിലും ഈ പ്രഹസനങ്ങൾ നിർത്തുക, ഈ ആഭാസങ്ങൾ നിർത്തുക. നിങ്ങൾ മാനസാന്തരപ്പെടുക, ദൈവത്തിലേക്ക് തിരിയുക. നിങ്ങളെപ്പോലുള്ള അനേകർ സുവിശേഷം കേട്ടപ്പോൾ അവർക്കുണ്ടായിരുന്ന കൂടോത്രത്തിൻ്റെയും മന്ത്രവാദത്തിൻ്റെയും പുസ്തകങ്ങളെല്ലാം വിറ്റിട്ട് അതെല്ലാം
ആ കാശൊക്കെ ഭയങ്കര തുകയാന്ന് കിട്ടിയ അതെല്ലാം ഉപേക്ഷിച്ച് അവർ കർത്താവിലേക്ക് മാനസാന്തരപ്പെട്ടു എന്നാണ് വായിക്കുന്നത്. നിങ്ങൾ മാനസാന്തരപ്പെടാതിരുന്നാൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ രക്ഷകനായി സ്വീകരിക്കാതെയും പ്രതിഷ്ഠിക്കാതെയും ഇരുന്നാൽ, യേശുവിനെ ക്രിസ്തുവായി പ്രതിഷ്ഠിക്കാതെ ഇരുന്നാൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൻ്റെ പടി പോലും കാണുകയില്ല. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിങ്ങൾ നിൽക്കേണ്ടി വരും. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ധന്യനായ പൗലോസ്ലീഹ പറയുകയാണ്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. അന്ന് നിങ്ങൾ ലജ്ജിച്ചു പോകും. കാരണം എന്താണ്? നിങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ ഉണ്ടാകുകയില്ല മെത്രാനെ. കാരണം നിങ്ങൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ കുർബാന ചൊല്ലിയിട്ടും കൂദാശകൾ അർപ്പിച്ചിട്ടും കല്ലറ പ്രാർത്ഥന നടത്തിയിട്ടും ധൂപപ്രാർത്ഥനകൾ നടത്തിയിട്ടും സ്വർഗത്തിൽ കയറ്റാമെന്നുള്ള നിങ്ങളുടെ വ്യാമോഹം ഉണ്ടല്ലോ, അത് ദൈവസന്നിധിയിൽ പ്രസാദകരമല്ല എന്ന് തിരുവചനം അസന്നിഗ്ധമായിട്ട് അപ്പോസ്തലന്മാർ രേഖപ്പെടുത്തിയിരിക്കുകയാണ് പരിശുദ്ധാത്മാവിനാൽ. അതുകൊണ്ട് നിങ്ങൾ ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് പരിശോധിക്കണം. നിങ്ങളുടെ ജീവിതം കൊണ്ട് എന്ത് നിങ്ങൾ നേടി? ഈ നാണക്കേടുകൾ ക്രിസ്ത്യ സഭയ്ക്ക് കേരളത്തിൽ മാത്രമാണ് നിങ്ങൾ ഇത്രയും ദുരവസ്ഥ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ദുരവസ്ഥ മധ്യ തിരുവിതാംകൂറിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ വങ്കത്തരങ്ങൾ കാണിക്കുന്നത്. മലബാർ ഭാഗ്യത്തിന് നിങ്ങളില്ലാത്തത് ഞങ്ങളുടെ നന്മ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ മലബാറിൽ സധൈര്യം സഞ്ചരിക്കാനായിട്ട് സാധിക്കുന്നു. നിങ്ങൾ മധ്യ തിരുവിതാംകൂറിലുള്ള കുറേ സുറിയാനി പാരമ്പര്യം പറയുന്ന നശിച്ച നാരായണക്കല്ല് വെക്കുന്ന ഒരു വിഭാഗമായിട്ട് മാറിയിരിക്കുകയാണെന്ന് ചിലരൊക്കെ നിങ്ങളെക്കുറിച്ച് കിംവദന്തികൾ പരത്തിക്കൊണ്ടിരിക്കുന്നു. ചെറുപ്പക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണ് ഞങ്ങൾ ഇതിന് മറുപടി പറയുക? അതുകൊണ്ട് മെത്രാന്മാരെ, നിങ്ങൾ ഒന്നടങ്കം എന്നെ ശകാരിക്കണം. നിങ്ങൾ ഒന്നടങ്കം എന്നെക്കുറിച്ചുള്ള അപഖ്യാതികൾ പറയണം. എന്നാലെങ്കിലും കൃത്യമായിട്ടൊരു ചർച്ച നടക്കുമല്ലോ. നിങ്ങൾ ആരാണെന്നും എന്താണെന്നും ലോകം അറിയുമല്ലോ. ചെറുപ്പക്കാർക്ക് ദൈവത്തിൽ വിശ്വസിക്കാനും കർത്താവിനെ ആശ്രയിക്കാനും അത് മുഖാന്തരമായി തീരുമെങ്കിൽ, വരും തലമുറയ്ക്ക് കർത്താവിനെ കണ്ടെത്തുവാൻ നിങ്ങൾ തടസ്സമല്ലാതിരിക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കുമെന്ന് ഓർപ്പിക്കട്ടെ. ഞാൻ വളരെ കർക്കശമായി പറയുന്നത്, നിങ്ങളുടെ ചെയ്തികൾ, നിങ്ങൾ നിമിത്തം എൻ്റെ നാമം വിജാതിയുടെ ഇടയിൽ ശപിക്കപ്പെടുന്നു എന്ന് അപ്പോസ്തലന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ പുതിയ നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നിമിത്തം കർത്താവിൻ്റെ നാമം വിജാതി സഹോദരങ്ങളുടെ ഇടയിൽ ദുഷിക്കപ്പെടുകയാണ്. നാണക്കേടാണ് നിങ്ങൾ ക്രിസ്ത്യ സഭയ്ക്ക് അപമാനമാണ്, അപമാനികളാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളൊരു മാനസാന്തരത്തിലേക്ക് വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ നിങ്ങളുടെ തേക്കടലച്ചൻ.